കൂട്ടത്തോടെ യാത്ര ചെയ്യാൻ നമുക്കൊക്കെ വളരെ ധൈര്യമാണ്. എന്നാൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമുക്ക് ഉള്ളിൽ ചിലപ്പോഴെങ്കിലും ചില പ്രത്യേക തരത്തിലുള്ള ഭയം തോന്നാറുണ്ടെന്ന്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കുറച്ച് ലോങ് റൂട്ട് കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ട. അതും വല്ല കാടോ മേടോ മലയോ കയറിപ്പോകുന്ന വല്ല പ്രദേശത്തേക്കുമാണ് നമ്മുടെ യാത്ര എങ്കിൽ പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കുകയോ വേണ്ട. അത്യാവശ്യം ഭയത്തോടു കൂടി തന്നെയാകും നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കഥ കേട്ടതിന് ശേഷം എനിക്ക് അത്തരത്തിൽ പ്രത്യേകിച്ച് ഒരു രീതിയിലുമുള്ള നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കഥയിലെ മോഹൻ യാത്ര പോയിരുന്നത് പല കാടുകളിലേക്കോ അല്ലെങ്കിൽ മലമുകളിലേക്കോ ചുരം വഴിയോ ഒന്നുമായിരുന്നില്ല. ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഹൈവേയിലൂടെ രാത്രി യാത്ര പോകുന്ന സമയത്താണ് മോഹന് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ അനുഭവം ഉണ്ടായത്. മോഹൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് യാത്ര തിരിച്ചു. ലോറിയിൽ കുറച്ച് ചരക്ക് സാധനങ്ങളുമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരാളായിരുന്നു മോഹൻ. അദ്ദേഹം ഈ ഫീൽഡിൽ വന്നിട്ട് തന്നെ ഏകദേശം 25 വർഷത്തോളം ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ കാലയളവിൽ അദ്ദേഹം പോകാത്ത വഴികളില്ല, അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളില്ല. എങ്കിൽ പോലും ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിചിത്രമായ കാര്യം അനുഭവപ്പെടുന്നത്. അന്ന് രാത്രി മോഹൻ പുറപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് മഴക്കാറും മേഘങ്ങളും മൂടിയിട്ട് ഇപ്പോൾ മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചരക്കൊക്കെ കയറ്റിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് ആ ചരക്കുകളൊക്കെ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഭദ്രമായി അത് പൊതിഞ്ഞു വെക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ പതുക്കെ പതുക്കെ അവിടെ നിന്നും യാത്ര തിരിച്ചു. തമിഴ്നാട്ടിൽ നിന്നും ആദ്യം കോയമ്പത്തൂരിൽ നിന്നായിരുന്നു അദ്ദേഹം ബാംഗ്ലൂരുവിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ബാംഗ്ലൂരുവിൽ എത്താനേ സാധിച്ചിരുന്നില്ല. അദ്ദേഹം തമിഴ്നാട് വിലുപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് എത്തി. കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം ബാംഗ്ലൂരുവിലേക്ക് പോകുന്ന ആ ഹൈവേ പാതയിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ അനുഭവം ഉണ്ടാകുന്നത്. അദ്ദേഹം ഇതിനു മുന്നേയും ഒരുപാട് തവണ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ലോറി ഡ്രൈവേഴ്സ് അദ്ദേഹത്തോട് പറയുമായിരുന്നു, നീ എപ്പോഴെങ്കിലും തനിച്ച് ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നീ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് എപ്പോഴും ഒരുപോലെയുള്ള വഴിയല്ല, അവിടെ ഒരുപാട് നിഗൂഢതകൾ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും നീ ആ വഴി പോകുകയാണെങ്കിൽ നീ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാനെന്ന്. അങ്ങനെ അവൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി മഴ പെയ്യാനൊരുങ്ങി. വലിയ തോതിലുള്ള ഇടിയും മിന്നലോടും കൂടി അവിടെ മഴ ആർത്ത് പെയ്യാനായി തുടങ്ങി. ലോറിയുടെ വൈപ്പറൊക്കെ ഇട്ട് അവൻ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോയി. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് അവൻ പേടിച്ചിരുന്ന പഞ്ചവമേട് എന്ന സ്ഥലത്തേക്ക് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ടെന്ന് കണ്ടത്. ഈ ഒരു കിലോമീറ്റർ ബോർഡ് കണ്ടത് മുതൽ അവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു തണുപ്പും എന്തെന്നില്ലാത്ത ഒരു വിറയലും അനുഭവപ്പെട്ടു. തൻ്റെ സീനിയേഴ്സ് പറഞ്ഞു തന്ന കഥകളിലെ പ്രേതാത്മാക്കളും അതുപോലെ പൈശാചിക ശക്തികളും ആ ഹൈവേയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ കാത്തിരിക്കുന്നുണ്ടെന്ന കഥ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാലും അവന് പോകാതെ വഴിയില്ല. അങ്ങനെ അവൻ മുന്നോട്ടേക്ക് പോയി. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് വഴിയരികിൽ ഒരു മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് വഴിയരികിൽ നനഞ്ഞു കുതിർന്ന് ഒരു ഹൈവേയുടെ ഒരു സൈഡിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു. എന്നാൽ ആ പെൺകുട്ടി വരുന്ന വാഹനങ്ങൾക്കൊന്നും കൈ കാണിക്കുന്നൊന്നുമില്ല. എന്നാൽ ആ സമയത്ത് വളരെ ദൂരെ നിന്ന് തന്നെ ഈ പെൺകുട്ടിയെ കണ്ട മോഹനന് 2 ഓപ്ഷൻസ് ആണ് മുന്നിലുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ നിർത്താതെ ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ നിർത്തിയിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാം. കാരണം ആളൊഴിഞ്ഞ ഈ ഹൈവേയിൽ ഒരു പെൺകുട്ടി, അതും ഈ മഴയത്ത് തനിച്ച് നിൽക്കുന്നത് കണ്ടാൽ ആരും ഒന്ന് നിർത്തി പോകും. അത്ര തന്നെ മോഹനനും ചെയ്തുള്ളൂ. ഇവിടെ മനുഷ്യത്വമാണ് മോഹനന് തോന്നിയത്. അതുകൊണ്ട് ലോറി ഒന്ന് സൈഡാക്കിയിട്ട് ആ പെൺകുട്ടിയുടെ അരികിലേക്ക് എത്തി. എന്നിട്ട് ലോറിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ മോഹൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നത്, ആരെ കാത്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആ പെൺകുട്ടി മറുപടിയായിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. ആ പെൺകുട്ടിയുടെ നിശബ്ദതയായിരുന്നു മോഹനനെ
ഏറ്റവും കൂടുതൽ പേടി തോന്നിയത്. എന്നാൽ ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ആ പെൺകുട്ടി ക്ലീനർ സീറ്റിലെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറി. നനഞ്ഞു കുതിർന്നിരിക്കുന്ന അവളിരുന്ന സീറ്റിന്റെ ഭാഗത്ത് ഒരു തുള്ളി വെള്ളം പോലും വീണ് നനയുന്നുണ്ടായിരുന്നില്ല. എന്നാലും ആ സമയം മുതൽ മോഹൻ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെയാണ് പോകാനുള്ളത് എന്ന്. എന്നാൽ ആ പെൺകുട്ടി തല കുനിച്ച് അവളുടെ മുഖം പുറത്തേക്ക് വല്ലാത്ത കാണിക്കാത്ത രീതിയിലായിരുന്നു അവൾ അവിടെ ഇരുന്നത്. തല കുനിച്ചുകൊണ്ട് തന്നെ അവളുടെ മുഖം കാണിക്കാതെ തന്നെ മോഹനോട് ആ പെൺകുട്ടി പറഞ്ഞു, അടുത്ത ഊര് വരെ എന്നെ ആക്കിയാൽ മതി എന്ന് ഒരു പതിഞ്ഞ സ്വരത്തോടു കൂടിയും ഒരു വൈബ്രേഷൻ നിറഞ്ഞ സൗണ്ടോട് കൂടിയിട്ട് മോഹനനോട് പറഞ്ഞു. ഇതുകൂടി കണ്ടതോടെ മോഹനനുള്ളിൽ ഭയം ഏറിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് ചെന്നപ്പോഴായിരുന്നു മോഹൻ സൈഡ് മിററിലൂടെ അവളുടെ മുഖം എങ്ങനെയെങ്കിലും കാണാൻ സാധിക്കുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ആ സമയത്ത് അവൻ കണ്ട കാഴ്ച ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. സൈഡിലെ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് ആ സീറ്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു അദൃശ്യ ശക്തിയായിരുന്നു അവന് അടുത്തിരിക്കുന്നത്. കണ്ണാടിയിൽ കാണാത്ത വിചിത്രമായ ആ രൂപം. എന്നാൽ കണ്ണാടി നോക്കാത്ത സമയത്ത്, അവളെ നോക്കുന്ന സമയത്ത് ആ രൂപം അടുത്ത് തന്നെ നിൽക്കുന്നു. എന്നാൽ കണ്ണാടിയിൽ മാത്രം ആ ആത്മാവിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നില്ല. അവനെ കുറച്ചുകൂടി ഭയം തോന്നിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യെത്തും ദൂരത്തുള്ള മൊബൈൽ ഫോൺ എടുക്കാൻ തിരിഞ്ഞ് അവളെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സ്ത്രീ അവിടെ അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് ഈ സ്ത്രീ എവിടേക്ക് അപ്രത്യക്ഷമായി എന്ന ചിന്ത അവനെ കൊണ്ടെത്തിച്ചത് അവൻ്റെ സീനിയേഴ്സ് പറഞ്ഞ ആത്മാക്കളുടെയും പിശാചുക്കളുടെയും കഥകളിലേക്കായിരുന്നു. ഒരുപക്ഷെ എൻ്റെ വണ്ടിയിലേക്ക് കയറിയത് പൈശാചായിരിക്കുമോ എന്ന് അവൻ മനസ്സിൽ വല്ലാത്ത തരം ഭയപ്പെട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് അവൻ ചുറ്റുപാടും നോക്കി. എന്നാൽ ആ സമയത്താണ് ആ സ്ത്രീ രൂപം ഇരുന്ന ഭാഗത്ത് ഒരു അദൃശ്യമായ ഒരു ഭീകരമായ രൂപം അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ആ രൂപം ആ ലോറിക്കുള്ളിലെ ക്യാബിനറ്റിൽ ഒഴുകി നടന്ന് അവൻ്റെ സ്റ്റിയറിങ്ങിന് മുന്നിൽ അവൻ്റെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മോഹൻ അത് കണ്ടത്. ഇതുകൂടി കണ്ടതോടെ മോഹന് എന്ത് ചെയ്യും എന്ന് ഉടനെ തന്നെ തൻ്റെ കുലദൈവമായ കറുപ്പൻ സ്വാമിയെ അവനൊന്ന് ഉറക്കെ വിളിച്ചു. ആ സമയത്ത് ഒരു ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ഒരു വെളിച്ചം അതിനടുത്തേക്ക് വന്നു. ആ സമയത്ത് ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ ഇവിടെ കൊണ്ടൊന്നും അതൊന്നും അവസാനിച്ചില്ല. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ രൂപത്തിൻ്റെ ആ സാന്നിധ്യം അവന് മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയത്ത് അവൻ ലോറിയിൽ ചിലവഴിക്കാനായി നിന്നില്ല. ഉടനെ തന്നെ ലോറിയിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി ഓടാനായി ശ്രമിച്ചു. എന്നാൽ ആ ഓടുന്ന സമയത്ത് അവനെ പിന്തുടരുന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ അദൃശ്യമായ രൂപവും ഉണ്ടായിരുന്നു. ഒടുവിൽ അവൻ ചെന്നെത്തിയത് ഒരു ആൽമരത്തിൻ്റെ ചുവടിലായിരുന്നു. ആ ആൽമരത്തിൽ അവൻ്റെ തല ശക്തിയായി ഇടിച്ച് അവൻ അവിടെ വീഴുകയും ചെയ്തു. ആ സമയത്ത് ആ മഞ്ഞ വസ്ത്രം ധരിച്ച ആ പെൺകുട്ടി ഒരു ഭീകര രൂപമായിട്ട് അവൻ്റെ കാല് ഉറക്കെ പിടിച്ചു വലിക്കാനായി തുടങ്ങി. ഒരു കറുത്ത കൈ മാത്രം തൻ്റെ കാലിൽ പിടിച്ചു വലിക്കുന്ന കാഴ്ച അവൻ ദയനീയമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ വായിൽ നിന്നും നെറ്റിയിൽ നിന്നും മൂക്കിൽ നിന്നും അതുപോലെ അവയവങ്ങളിലെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അവൻ എങ്ങനെയൊക്കെയോ കുതിറി ഓടിയിട്ട് അവൻ വീണ്ടും അവൻ്റെ ലോറിക്കരികിലേക്ക് എത്തി. എന്നാൽ ലോറിക്കരികിൽ കയറിയ സമയത്ത് ആ രൂപം ആ ലോറിയിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ വീണ്ടും അവൻ്റെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയ സമയത്ത് ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ ആ യാത്ര അവിടെ അവസാനിപ്പിക്കാനായിട്ട് അവൻ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ എത്താമെന്ന് കരുതി വീണ്ടും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആ അദൃശ്യമായ ആ പ്രേതാത്മാവ് പല ഭാഗത്തു നിന്നും അവൻ്റെ വണ്ടിക്ക് നേരെ ചാടി വീഴുന്നതും അവൻ്റെ വണ്ടിയുടെ ക്യാബിനറ്റിൻ്റെ മുകളിൽ ചാടി മറിയുന്നതുമായിട്ടുള്ള കാഴ്ചകൾ അവൻ കണ്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അവൻ ലോറിയായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കൂട്ടം വൃദ്ധരായ മനുഷ്യർ ആ അർദ്ധരാത്രി റോഡ് മുറിച്ചു കിടക്കുന്നതായിട്ട് അവന് തോന്നിയത്. അത് ആ ആത്മാവിൻ്റെ കളിയായിരുന്നു. അവനെ തെറ്റിദ്ധരിപ്പിച്ച് അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാനുള്ള ആ ആത്മാവിൻ്റെ ഒരു വെപ്രാളമായിരുന്നു. എന്നാൽ സത്യത്തിൽ ആ റോഡ് മുറിച്ചു കിടക്കുന്നത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ അവരെ ഇടിച്ചെന്ന് കരുതി അവൻ പെട്ടെന്ന് ലോറിയുടെ സ്റ്റിയറിംഗ് ഒന്ന് വെട്ടിച്ചു നോക്കുന്ന സമയത്ത് ആ ലോറി അതിശക്തമായിട്ടുള്ള
ഒരു ആക്സിഡന്റ് നേരിടുകയാണ്. ആ ലോറി ഉടനെ തന്നെ ഒരു ഡിവൈഡറിൽ അതിശക്തമായി ഇടിച്ചിട്ട് ആ ലോറിക്ക് വലിയ തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുന്നു. എന്നാൽ അതിൽ നിന്നും അവൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയൊക്കെ ചെയ്തു. എന്നാൽ അവൻ്റെ ബോധം പതുക്കെ പതുക്കെ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ആ അദൃശ്യമായിട്ടുള്ള ആ പ്രേതാത്മാവ്, ഭീകര രൂപമുള്ള ആ പൈശാചിക ശക്തി അവനെ തന്നെ നോക്കി പല്ലിളിക്കുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ അവൻ്റെ ബോധം എങ്ങോട്ടോ നഷ്ടമായി. അടുത്തതായി അവൻ ഉണരുന്ന സമയത്ത് അവൻ ഉണ്ടായിരുന്നത് ആശുപത്രിയിലായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് വന്ന വാർത്ത കുറച്ച് വിചിത്രമായിരുന്നു. ആ ആക്സിഡന്റിൽ അവന്റെ കാലിന് അതിശക്തമായിട്ടുള്ള ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. മുട്ടിന് താഴേക്ക് ബ്ലഡ് സർക്കുലേഷൻ നിന്നതുകൊണ്ട് തന്നെ ഇനി ഈ കാല് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അതുകൊണ്ട് കാല് മുറിച്ചു മാറ്റേണ്ടതായിട്ട് മോഹനന് വന്നു. അതിനുശേഷം റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയി. ഇനിയൊരിക്കലും തനിക്ക് ലോറിയിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന ഒരു വിഷമവും അവന് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും ആയിരുന്നില്ല കാര്യം. അവനന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവൻ്റെ ഭാര്യയോട് തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് മാത്രം അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു പൂജാരിയിൽ നിന്നും ചില ചരടുകളും ഏലസുകളും വാങ്ങിയിട്ട് മോഹനന് കെട്ടിക്കൊടുത്തിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു അദൃശ്യ ശക്തി വന്ന് അവൻ്റെ ചെവിയിൽ ഉറക്കി ഉറക്കി വിളിച്ചു പറയുമായിരുന്നു, നിന്റെ ശരീരത്തിലുള്ള വസ്തുക്കളൊക്കെ അഴിച്ചു മാറ്റുമെന്ന്. ആ അദൃശ്യ ശക്തിയെ പേടിച്ചത് കൊണ്ട് തന്നെയാണ് മോഹൻ അവൻ്റെ ശരീരത്തിൽ ജപിച്ച് കെട്ടിയ ഏലസുകളും മന്ത്രതകിടുകളും അവൻ സ്വയം മാറ്റിയിരുന്നത്. അടുത്ത ദിവസം രാത്രി അവൻ്റെ ഭാര്യയോട് അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ അവസാന ദിവസമാണ്, ഇന്ന് പുലർന്നാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ. എന്നാൽ ഭാര്യ ഇതൊന്നും കാര്യമാക്കിയില്ല. കാരണം എപ്പോഴും പറയാറുള്ളത് പോലെ ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്നാണ് അവൻ ആദ്യം കരുതിയത്. എന്നാൽ അതൊന്നും ആയിരുന്നില്ല. സത്യത്തിൽ ആ ആത്മാവ് അവനെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവൻ്റെ ആക്സിഡന്റിന്റെ സമയത്ത് അവൻ്റെ ജീവൻ എടുക്കാൻ പറ്റാത്തത് കറുപ്പുസ്വാമി നിൽക്കുന്ന അതിർത്തിയിലായിരുന്നു ആ ആക്സിഡന്റ് നടന്നതെന്ന് കൊണ്ടാണ്. എന്നാൽ ഇത്തവണ ആ ആത്മാവിന് ഉന്നം തെറ്റിയില്ല. അവൻ്റെ ഭാര്യ അടുത്ത ദിവസം മുറിയിലേക്ക് വന്നു നോക്കുന്ന സമയത്ത് ശരീരമൊക്കെ മരവിച്ച് തണുത്ത് വിറച്ച് അവൻ മരിച്ചു കിടക്കുകയായിരുന്നു. ഒരു ആത്മാവിന്റെ പ്രതികാരം ആ ദുഷിച്ച ആത്മാവ് അവനിലൂടെ നേടിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം മോഹന്റെ ഭാര്യ അവൻ്റെ ആത്മാവുമായിട്ട് സംസാരിച്ചിരുന്നു എന്നും അതുപോലെ ആ ആത്മാവ് വന്നതിന് ശേഷമാണ് ആ ഹൈവേയിലെ യക്ഷിയാണ് എൻ്റെ മരണത്തിന് കാരണമെന്നും ഈ സ്ത്രീയോട് പറഞ്ഞതെന്നാണ് ഈ കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നും മറ്റൊരു വിവാഹമൊന്നും കഴിക്കാതെ മോഹനന്റെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഈ ലീല എന്ന് പറഞ്ഞ ഈ സ്ത്രീ. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.